നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയാണ്. ആദ്യം നമുക്ക് ഇന്ന് ഇന്ത്യൻ എക്കോണമിയിൽ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. ഇതുകൂടാതെ ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. യുഎസിലെ പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങളിൽ ഒരു വ്യക്തത വരുന്നില്ല എന്നുള്ളതായിരുന്നു ഇൻവെസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക. എന്നാൽ ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ വ്യാപാര പങ്കാളികളിൽ നിന്ന് പരസ്പര താരിഫുകൾ, അതായത് റെസിപ്രോക്കൽ താരിഫ് ഈടാക്കാനുള്ള പേപ്പറുകളിൽ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞു. ഇത്തരത്തിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിംഗിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു എന്നതും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാവേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നലെ യുഎസിലെ 3 പ്രധാനപ്പെട്ട മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 1.04% ഉയർന്നു. നാസ്ഡാക്ക് 1.5% നേട്ടമുണ്ടാക്കി. ഡൗ ജോൺസ് 0.77% ഉയർന്നു. ഇന്നലെ അവിടെ നിന്നും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വന്നത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയായിരുന്നു. ജനുവരിയിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഡാറ്റയാണ് പുറത്തു വന്നത്. സ്റ്റോക്കുകളിൽ ടെസ്ല 5.9% ഉയർന്നു. എൻവിഡിയ 3.2%, ആപ്പിൾ 2% നേട്ടവും ഉണ്ടാക്കി. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസും വിപ്രോയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ ICICI ബാങ്ക് 1% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 0.18% ഇടിവുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 1.38% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 80 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനി ക്രിപ്റ്റോ കറൻസിയുടെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. ബിറ്റ്കോയിൻ $96,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസുകൾ വീണ്ടും മുകളിലേക്ക് തന്നെയാണ്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.4% നേട്ടമുണ്ടാക്കി. ഇന്നലത്തെ സ്വർണ്ണവില 63,840 രൂപയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെയുള്ള എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. കൂടാതെ പരിമിതമായ സമയത്തേക്ക് മാത്രം 50% ഡിസ്കൗണ്ട് കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഇപ്പോൾ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. മോദി ട്രംപ് മീറ്റിംഗിന് മുന്നോടിയായി ട്രംപ് പരസ്പര താരിഫുകൾ അഥവാ റെസിപ്രോക്കൽ താരിഫുകൾ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾ US ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന ഇറക്കുമതി തീരുവയുമായി പൊരുത്തപ്പെടുന്നതിന് പുതിയ പരസ്പര താരിഫുകൾ അഥവാ റെസിപ്രോക്കൽ താരിഫുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങി. ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രി 11:30 ട്രംപിന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിംഗ് നടക്കുന്നത് ഇന്ന് പുലർച്ചെ 2:30 അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളെ ചെറുക്കാനാണ് ഈ നീക്കമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഏതായാലും ഇത് ഷോർട്ട് ടേമിലേക്ക് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും മോഡി ട്രംപ് മീറ്റിംഗിന് ശേഷം എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാനും സാധ്യതയുണ്ട്. ഏതായാലും ആ മീറ്റിംഗിന്റെ ഫൈനൽ തീരുമാനങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 3,735 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 60% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ മാത്രം രേഖപ്പെടുത്തിയത്. അതായത് ബ്ലൂംബർഗിന്റെ എസ്റ്റിമേറ്റ് ആയി പുറത്തു വന്നത് 3,372 കോടി രൂപയായിരുന്നു. ആ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് പുറത്തു വന്നത്. റവന്യൂവിൽ 11% വർധനവ് രേഖപ്പെടുത്തി 58,390 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 28% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ഇനി ഇന്ത്യയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 134% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. റവന്യൂവിൽ 19% വർധനവും എബിറ്റയിൽ 69% വർധനവും രേഖപ്പെടുത്തി. ഏതായാലും സ്റ്റോക്ക് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റ് Q3 റിസൾട്ടുകളിലേക്കാണ്. അടുത്തതായി യുണൈറ്റഡ് ബ്രിവറീസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 54.9% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 38.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂയിൽ 9.6% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 1998.4 കോടി രൂപയിലാണുള്ളത്. അടുത്തത് ഗോഡ്ഫ്രീ ഫിലിപ്സ് ഇന്ത്യ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 48.7% വർധനവ് രേഖപ്പെടുത്തി. 315.8 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 27.3% വർധനവ് രേഖപ്പെടുത്തി. 1591.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് കൽപ്പതാരി പ്രൊജക്ട്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ
0.65% വർധനവും മാത്രം രേഖപ്പെടുത്തി. റവന്യൂവിൽ 17.1% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. നെറ്റ് ലോസായി കമ്പനി രേഖപ്പെടുത്തിയത് 38.9 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 182.3 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിലും 31.7% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് KNR കൺസ്ട്രക്ഷൻ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 78% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. റവന്യൂവിൽ 14.9% ഇടിവും രേഖപ്പെടുത്തി. നസാറ ടെക്നോളജീസ് നെറ്റ് പ്രോഫിറ്റിൽ 52.9% ഇടിവ് രേഖപ്പെടുത്തി. 13.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 66.9% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് മണപ്പുറം ഫിനാൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 5.8% വർധനവ് രേഖപ്പെടുത്തി. 453.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 13.7% ഒരു വർധനവും രേഖപ്പെടുത്തി. അടുത്ത ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 16.1% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 62.8 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.5% ഒരു ഇടിവും രേഖപ്പെടുത്തി. അടുത്തത് പേടിഎമ്മുമായി ബന്ധപ്പെട്ട വാർത്ത. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ പേടിഎം മണി 45.50 ലക്ഷം രൂപ സെറ്റിൽമെന്റ് തുക അടച്ച ശേഷം മാനദണ്ഡങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ മാർക്കറ്റ് റെഗുലേറ്റർ സെബിയുമായി ഒത്തുതീർപ്പുണ്ടാക്കി. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ദിലീപ് ബിൽഡ്കോൺ, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, GVK പവർ, സംവർധന മദർസൺ ഇന്റർനാഷണൽ, നാരായണ ഹൃദയാലയ, സ്വാൻ എനർജി, സെൻ ടെക്നോളജീസ് തുടങ്ങിയവയാണ്. ഇനിയും ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് ഇന്ന് പുറത്തു വരാനുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം അതുപോലെ വാട്സപ്പ് ചാനലുകളിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് മാത്രമാണ്. ഇനി പറയാനുള്ളത് ഓപ്ഷൻസിനെ കുറിച്ചാണ്. ഓപ്ഷൻസിന്റെ ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കാൻ കഴിയും. വെറും 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 2790 കോടി രൂപയ്ക്കാണ് ഇന്നലെ FIA സെല്ല് ചെയ്തത്. DIS ആവട്ടെ 2935 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പര താരിഫ് പ്ലാനുകൾ ഒപ്പുവെച്ചതിനാൽ വാൾസ്ട്രീറ്റ് ഓഹരികൾ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ താരിഫുകൾ പെട്ടെന്ന് നടപ്പിലാക്കില്ല എന്നാണ് അവിടെ നിന്നും തീരുമാനം വന്നത്. ഏതായാലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.60% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.42% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.69% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.31% നേട്ടത്തിലും, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 0.43% നേട്ടത്തിൽ 23,195 എന്ന നിലയിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 80 മുതൽ 90 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നമുക്ക് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ സെഷനിൽ 2% ഇടിഞ്ഞ ഓയിൽ പ്രൈസുകൾ ഇന്നലെ വീണ്ടും ചെറിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $75.29 പെർ ബാരൽ എന്ന നിലയിൽ 0.07% നേട്ടത്തിലാണ്. WTI ഉള്ളത് $71.52 പെർ ബാരൽ എന്ന നിലയിൽ 0.32% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി തുടർച്ചയായ 7ാമത്തെ ദിവസവും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിക്ക് ഇന്നലെ അപ്സൈഡിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ സോണിൽ, അതായത് 23,205 മുതൽ 23,650 വരെയുള്ള സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. തുടർച്ചയായിട്ടുള്ള 7ാമത്തെ ദിവസമാണ് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. അതായത് ഇന്നലത്തെ കാൻഡിൽ സൂചിപ്പിക്കുന്നത് അപ്സൈഡിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിഫ്റ്റിക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇനി നാളെയും ഹയർ ലെവലിൽ എത്രത്തോളം സെല്ലിംഗ് പ്രഷർ ആണ് എന്ന് പ്രത്യേകം നോക്കേണ്ടതുണ്ട്. ഇനി ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,780 മുതൽ 22,800 വരെയുള്ള സോണാണ്. അപ്സൈഡിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സോൺ കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000 ആണ്. അതിനുശേഷം 22,400 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം പുട്ട് സൈഡിൽ 120% വർധനവ്
പുട്ട് സൈഡിൽ കാണുന്നുണ്ട്, ഒരു ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ 13% ഇടിവാണ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. 22,950 സ്ട്രൈക്കിൽ 87% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 11% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് കാണാം. 23,050 സ്ട്രൈക്കിൽ 97% വർധനവ് പുട്ട് സൈഡിൽ കാണാമെങ്കിൽ 425% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് 22,950 23,000 23,050 കോൾ സൈഡാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത്. അതുകൊണ്ട് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 49,359 അതായത് അപ്സൈഡിൽ നമ്മൾ പറഞ്ഞ ആ ഒരു 49,740 എന്ന ലെവൽ ടച്ച് ചെയ്തതിന് ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ച് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഡൗൺ സൈഡിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 48,950 ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലത്തെ ഹൈ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യം കോൾ സൈഡിൽ 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അത് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.